നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഡാലിയ. പ്രധാന വാർത്തകൾ. കീഴൂർ അഴിമുഖത്ത് ബോട്ടുകൾ കല്ലിലിടിച്ചു മറിഞ്ഞു. 20 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. ജില്ലയിൽ മണൽവേട്ട വ്യാപകം. മഞ്ചേശ്വരം ഹൊസബെട്ടുവിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ച 20 ലോഡ് മണൽ പിടിച്ചു. ജില്ലയിൽ നിന്ന് കാണാതായ 17 പേർ തീവ്രവാദ സംഘടനയിൽ ചേർന്നുവെന്ന വാർത്ത അന്വേഷണം NIA ഏറ്റെടുത്തു. കേന്ദ്ര സർക്കാർ ഭരണം ജനദ്രോഹമെന്ന് ആക്ഷേപം. CPI സമരരംഗത്ത്. നീലേശ്വരത്ത് സായാഹ്ന ധർണ നടത്തി. രക്ഷകരായി 3 കുരുന്നുകൾ. ഹേമന്തിന് ഇത് 2ാം ജന്മം. പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കണമെന്ന ആവശ്യം. ധർണാ സമരവുമായി ഫെറ്റോ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കീഴൂർ അഴിമുഖത്ത് ബോട്ടുകൾ കല്ലിലിടിച്ചു മറിഞ്ഞു. 20 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. വ്യാഴാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 6:30യോടെ കീഴൂർ അഴിമുഖത്തായിരുന്നു അപകടം. മീൻ പിടിക്കാൻ പോയ 2 ഫൈബർ ബോട്ടുകൾ കല്ലിലിടിച്ച് മറിഞ്ഞ് 20 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. കീഴൂരിലെ യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ള സക്കിയമോൾ മത്സ്യത്തൊഴിലാളികൾ സംഘടിച്ചു വാങ്ങിയ ശ്രീകുറുമ്പ എന്നീ ഫൈബർ തോണികളാണ് അപകടത്തിൽപ്പെട്ടത്. സക്കിയമോൾ തോണിയിലുണ്ടായിരുന്ന കീഴൂരിലെ ബാലൻ, അബ്ദുൽ ഖാദർ, സുരേഷ് കുട്ടൻ, സത്യൻ, രവി, വിജയൻ, ദിലീപ്, ബവിൻ, കാസർഗോഡ് കസബയിലെ പപ്പു, പളനി എന്നിവർക്കും ശ്രീകുറുമ്പ തോണിയിലുണ്ടായിരുന്ന കീഴൂർ സ്വദേശികളായ ചന്ദ്രൻ, ഉമേശൻ, സായിബാബു, സുനിൽ, വിജേഷ്, അശോകൻ, ശശി, രഞ്ജിത്ത്, ലാലു, അപകടം കണ്ട് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ വിനു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഞ്ചേശ്വരം ഹൊസബെട്ടു കടവിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ച മണൽ പിടികൂടി. 20 ലോഡ് മണലാണ് മഞ്ചേശ്വരം പോലീസിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തത്. മഞ്ചേശ്വരം തുറമുഖത്തിന് സമീപം അനധികൃതമായി ശേഖരിച്ച 20 ലോഡ് മണലാണ് പിടികൂടിയത്. കുമ്പള CI VV മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ ജീവൻ ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 100 ലോഡ് മണൽ പിടിച്ചെടുത്തിരുന്നു. ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും ഇതേ തുടർന്ന് പരിശോധന നടത്തി വരികയാണ്. രാത്രികാലങ്ങളിലാണ് മണൽ ശേഖരിക്കുന്നത്. രാത്രികാലങ്ങളിൽ മണലെടുക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവഗണിച്ചാണ് രാത്രികാലങ്ങളിൽ മണൽ ശേഖരിക്കുന്നത്. മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും രാത്രികാലമായാൽ മണൽ മാഫിയയുടെ വിളയാട്ടമാണ് അരങ്ങേറുന്നത്. മഞ്ചേശ്വരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണൽ ശേഖരിച്ചു വയ്ക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മണലിന് കൃത്രിമ ക്ഷാമമുണ്ടാക്കി ഉയർന്ന വിലയ്ക്ക് വിൽക്കാനാണ് ഈ നീക്കത്തിന് പിന്നിലെ അജണ്ട. ജില്ലയിൽ നിന്ന് 17ഓളം പേർ തീവ്രവാദ സംഘടനയിൽ ചേർന്നതായി സംശയിക്കുന്ന കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തു. കേസ് NIA ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 2 FIR രജിസ്റ്റർ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൊവ്വാഴ്ചയാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. മെയ്, ജൂലൈ മാസങ്ങളിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ രാജ്യാന്തര അന്വേഷണം ആവശ്യമായതിനാൽ അന്വേഷണം NIA ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന പോലീസും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറിയിരുന്നു. 2 DYSPമാരുടെ നേതൃത്വത്തിൽ NIA നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കേസിന്റെ ഗൗരവം ബോധ്യമായി. ഇവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ഏറ്റെടുക്കാൻ NIA തീരുമാനിക്കുകയായിരുന്നു. കാസർഗോഡ് 2 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടെ 17 പേരെ കാണാതായ സംഭവത്തിലാണ് ചന്തേര സ്റ്റേഷനിൽ 7 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പാലക്കാട് 2 സഹോദരന്മാരെയും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമുള്ള അവരുടെ ഭാര്യമാരെയും കാണാതായതുമായി ബന്ധപ്പെട്ടാണ് 2 കേസുകളുള്ളത്. ചന്തേര സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കാബൂളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബീഹാർ സ്വദേശിയായ യാസ്മിൻ അഹമ്മദിനെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തിരുന്നു. പാലക്കാട് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. 21 പേരിൽ 17 പേർ കാസർഗോഡ് നിന്നും കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും ഓരോ ആൾ വീതവുമാണ് കാണാതായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് കളക്ടറേറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജീവനക്കാർ നടത്തിയ ധർണ NGO സംഘ് സംസ്ഥാന സെക്രട്ടറി P. പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, വളരെ കാര്യക്ഷമതയോടെ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാരെ കേരളത്തിൽ അധികാരത്തിലേറിയ ഇടതുമുന്നണി സർക്കാർ സിവിൽ സർവീസിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം വളരെ പ്രതികാര ബുദ്ധിയോടുകൂടി സ്ഥലം മാറ്റി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും NGO സംഘ് ഉൾപ്പെടുന്ന FETO സംഘടനകൾ ഇതുപോലെ
നടക്കുന്ന സർവീസ് സംഘടനയിൽ പെടാത്ത എല്ലാ ജീവനക്കാരെയും തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. NGO സംഘ് ജില്ലാ പ്രസിഡന്റ് M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, പരിധികളില്ലാതെ 12.5% ബോണസ് അനുവദിക്കുക, അന്യായമായ സ്ഥലമാറ്റങ്ങൾ റദ്ദു ചെയ്യുക, ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പ്രായം 60 ആക്കി ഉയർത്തുക, പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക, വിലക്കയറ്റം തടയുക, ജീവനക്കാരെ തൊഴിൽ നികുതിയിൽ നിന്നും ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെറ്റോവിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. K രാജൻ, വിജയൻ, M ബാബു, കൂവപ്പ ഷെട്ടി, M നാരായണൻ, K രൺജിത്ത്, ശിവനായിക് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാ TTI അധ്യാപക കലോത്സവത്തിന് സമാപനമായി. ജില്ലയിലെ 4 TTIകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് പരിപാടികളിൽ മാറ്റുരച്ചത്. 2016-17 അധ്യയന വർഷത്തെ അധ്യാപക കലോത്സവത്തിനാണ് മായിപ്പാടി ഡയറ്റിൽ സമാപനമായത്. വ്യാഴാഴ്ച രാവിലെ നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു കുഞ്ഞി വളർന്ന് ഒരു നാടിൽ അതുപോലെ തന്നെ അവൻ്റെ ഒരു ജീവിതത്തിൽ അവന് മുന്നേറണമെങ്കിൽ അവൻ വിദ്യാഭ്യാസമാണ് മുന്നിൽ. ആ വിദ്യാഭ്യാസം നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവന് അക്ഷരാഭ്യാസം തുടങ്ങി അവൻ നല്ലൊരു വ്യക്തിയാവണമെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് കഠിനമായ അവരുടെ കഠിനമായ ഒരു അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു കുഞ്ഞി ഒരു വളർന്നു വരുമ്പോൾ ഒരു പൗരനായി നല്ലൊരു മാതൃക പുരുഷനായി വളരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെങ്കിൽ അവരൊരു നല്ലൊരു സ്ത്രീയായി വളരണമെങ്കിൽ അവർ പഠിച്ച് വരുന്ന വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ ഒരു അഭിനന്ദിക്കുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവിൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ D മഹാലിംഗേശ്വര രാജ് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. അധ്യാപക വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അക്കാദമിക് മികവിനോടൊപ്പം സർഗാത്മക ശേഷി വികാസം കൂടി ലക്ഷ്യമിട്ടാണ് ഇങ്ങനെയൊരു കലോത്സവം സംഘടിപ്പിച്ചത്. ലളിതഗാനം, സംഘഗാനം, പ്രസംഗം, മാപ്പിളപ്പാട്ട്, പ്രഭാഷണം, മോണോ ആക്ട് എന്നീ ഇനങ്ങളിലാണ് മത്സരം നടന്നത്. നദിയുടെ പൊളിനങ്ങൾ പൊൽകി രാഗവിഭഞ്ജിക വിരഹങ്ങൾ തേടി സരസ്വതിയാമത്തിൽ നിന്മന്ത്രജ്ഞാനത്തിൽ സർവവും മറന്നു ഞാൻ നിൽക്കുന്നു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് വിഷന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന സന്ദേശ പ്രയാണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് 28-ന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ നിന്നാണ് വിസ്ഡം സന്ദേശം പ്രയാണം ആരംഭിക്കുന്നത്. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ കീഴിൽ നടന്നുവരുന്ന ആന്റി ടെററിസം അവേക്കനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് സന്ദേശ പ്രയാണം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ കീഴിൽ നടന്നുവരുന്ന ആന്റി ടെററിസം അവേക്കനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിസ്ഡം സന്ദേശ പ്രയാണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് 28 ഞായറാഴ്ച വൈകുന്നേരം 4:30 മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ വെച്ച് നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ സംസ്ഥാന ഭാരവാഹികളായ അബൂബക്കർ സലഫി, CP സലീം, TK അഷ്റഫ്, ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി K സജ്ജാദ്,
സാജുദ്ദീൻ സലാഹി എന്നിവർ പ്രഭാഷണം നടത്തി. IS-നെതിരെ ഓരോ മുസ്ലിമും കഴിയും വിധത്തിൽ ശബ്ദിക്കണമെന്ന് കഴിഞ്ഞ 2 വർഷവും ഹജ്ജ് വേളയിൽ നടക്കുന്ന അറഫ പ്രസംഗത്തിൽ ഗ്രാൻഡ് മുഫ്തി ആഹ്വാനം ചെയ്തിരുന്നു. ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലൂടെയും സഞ്ചരിക്കുന്ന സന്ദേശ പ്രയാണത്തോടനുബന്ധിച്ച് ജില്ലയിൽ മാത്രം 500-ലധികം കവലകളിൽ ബോധവൽക്കരണ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ നൌഫൽ മദനി, അബൂബക്കർ ഉപ്പള, ബഷീർ കൊമ്പനടുക്കം, അബ്ദുള്ള ഉപ്പള, മുഹമ്മദ് ഫഹൂം എന്നിവർ സംബന്ധിച്ചു. കണ്ണൂർ സർവോദയ സംഘത്തിന്റെ ഖാദി ഓണം ബക്രീദ് മേളയ്ക്ക് തുടക്കമായി. വ്യാഴാഴ്ച രാവിലെ ഖാദി ഗ്രാമോദ്योग ഭവനിലാണ് വിപണന മേള ആരംഭിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച വിപണന മേളയുടെ ഉദ്ഘാടനം കാസർഗോഡ് തഹസിൽദാർ വി ജയരാജൻ നിർവഹിച്ചു. കുമാരൻ മഠത്തിൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. മേൽത്തരം കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, ഖാദി റെഡിമെയ്ഡുകൾ, പോളി വസ്ത്രങ്ങൾ, ഉന്നക്കിടക്കകൾ, തേൻ, സോപ്പ്, ചന്ദനത്തിരി, എള്ളെണ്ണ, സ്റ്റാർച്ച് തുടങ്ങിയ ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ്. 1000 രൂപയുടെ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഖാദി പട്ടുസാരി, 25, 6, 1 പവനുകളുടെ സ്വർണ്ണ നാണയം എന്നിവ സമ്മാനമായി ലഭിക്കും. ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റും പോളി വസ്ത്രങ്ങൾക്ക് 20% റിബേറ്റുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓൾ കേരള ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. അസോസിയേഷന്റെ കാഞ്ഞങ്ങാട് ഘടകമാണ് വ്യാപാര ഭവനിൽ സെമിനാർ നടത്തിയത്. ആദായ നികുതിയിലെ മാറ്റങ്ങളെക്കുറിച്ചും കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതികളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ സെമിനാറാണ് നടന്നത്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി യൂസഫ് ഹാജി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ വ്യാപാരികൾക്കും ബിസിനസ്സുകാർക്കും ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിയമ സംഹിതക്കുള്ളിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യുകയും ശരിയായ വിധത്തിൽ ടാക്സ് അടച്ചുകൊണ്ട് മാന്യതയോടുകൂടി ബിസിനസ് നടത്തുകയാണ് നമ്മുടെ ഓരോ പൗരന്റെയും കടമ എന്നുള്ളത് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരായ കെ ശ്രീജേഷ്, കെ രാജേഷ്, എ മുരളീധരൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഓൾ കേരള ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഘടകം പ്രസിഡന്റ് പി എ മറിയാമ്മ, സെക്രട്ടറി നാഗരാജ് ഹെഗഡെ, കെ രാജേഷ് കാമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് മരണത്തെ മുഖാമുഖം കണ്ട ഹേമന്ത് എന്ന 4ാം ക്ലാസ്സുകാരനെ രക്ഷിച്ചത് 3 പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ. ഒരു ജീവനെ രക്ഷിച്ചുവെങ്കിലും തങ്ങൾ ചെയ്ത ധീരതയുടെ ആഴം ആദ്യം മനസ്സിലാക്കിയില്ല ഈ കുരുന്നുകൾ. സ്കൂൾ അവധിയായതിനാൽ കാരിയിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന് സമീപം കളിക്കുകയായിരുന്നു ജിതിൻ ബാബു, അക്ഷയ്, പ്രകാശ് എന്നീ വിദ്യാർത്ഥികൾ. അപ്പോഴാണ് ആരോമൽ എന്ന മറ്റൊരു കുട്ടി ഓടിക്കിതച്ച് ഇവരുടെ അടുത്തെത്തിയത്. ഹേമന്ത് വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു. രക്ഷിക്കണമെന്ന് നിലവിളിച്ചു പറഞ്ഞപ്പോൾ ആദ്യം 3 പേരും ഒന്ന് ഞെട്ടി. പിന്നീട് ഒരൊറ്റ ഓട്ടമായിരുന്നു 50 മീറ്ററോളം അകലത്തുള്ള അമ്പലക്കുളത്തിലേക്ക്. വെള്ളത്തിലെ അനക്കം മാത്രം കാണാൻ കഴിഞ്ഞ 3 പേരും അന്തിച്ചു നിൽക്കാതെ കുളത്തിൽ ചാടി. വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് ചെന്ന് മുങ്ങിത്താഴുകയായിരുന്ന ഹേമന്തിനെ കരക്കെത്തിച്ചു. കൃത്രിമ ശ്വാസോച്ഛ്വാസം അടക്കമുള്ള പ്രാഥമിക ചികിത്സയും നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. കാരി ALP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹേമന്തിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചുവെങ്കിലും തങ്ങൾ ചെയ്ത ധീരതയുടെ ആഴം ഇവരറിയുന്നത് ഇവർ പഠിക്കുന്ന അച്ചാന്തുരുത്തി രാജാസ് AUP സ്കൂളിൻ്റെ നേതൃത്വത്തിൽ അനുമോദനം നടന്നപ്പോഴാണ്. ഞായറാഴ്ച ഞാനും എൻ്റെ സുഹൃത്തും രാമായണ കിസിന് പോയി. നമ്മളവിടെ ഇരുന്നു. അന്നേരം ഒരു ആരോമല് പറഞ്ഞൊരു ചക്കൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഹേമന്ത് എന്ന ചക്കൻ കുളത്തിൽ വീണിട്ടുണ്ടെന്ന്. ഞാനും ജിതിയും ആകാശും ഓടിപ്പോയി. എന്നിട്ട് പെട്ടെന്നുണ്ട് കുമളായിരുന്നു. എന്നിട്ട് നമ്മൾ നോക്കി പെട്ടെന്നുണ്ട് നല്ലോണം വരുന്നു. എന്നിട്ട് ഞാനും ജിതിയും ആകാശത്തുള്ളി. എന്നിട്ട് മുങ്ങിയിട്ട് ഓനെടുത്തിട്ട് കിരക്ക് കൊണ്ടുവച്ചിട്ട് വയറ്റിന് ഞെക്കിയിട്ട് അവന് ബോധം വന്നു. എന്നിട്ട് നമ്മൾ തലയെല്ലാം തോർത്തി കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി. ഈ സ്കൂളിലെ 5, 6, 7 ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ആകാശ്, അക്ഷയ്, ജിതിൻ ബാബു എന്നിവർ. ഇന്നലെ സ്കൂൾ വന്നപ്പോഴാണ് കുട്ടികൾ ഈ വിവരം നമ്മളെ അറിയിച്ചത്. അത് തന്നെ നമ്മൾ PTI സഹകരിച്ചുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ പ്രത്യേക അസംബ്ലി നടത്തുകയും കുട്ടികൾക്ക് PTIയുടെ വകയുള്ള പാരിതോഷികവും അധ്യാപക സുഹൃത്തുക്കളുടെ ക്യാഷ് അവാർഡും അതുപോലെ മെഡലും കുട്ടികൾക്ക് നൽകി അവർക്ക് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന കുട്ടികളെ എന്തായാലും നമ്മൾ പ്രോത്സാഹിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവർക്ക് ധീരതയുടെ അവാർഡുകൂടെ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CPI പ്രവർത്തകർ നീലേശ്വരത്ത് സായാഹ്ന ധർണ നടത്തി. പാർട്ടിയുടെ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വം നൽകി.
വിലക്കയറ്റം തടയുക, പ്രത്യയ വിദേശ നിക്ഷേപം ഉപേക്ഷിക്കുക, പൊതുമേഖലാ സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക, ദളിത് പീഡനം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ബംഗളം കുഞ്ഞികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് കൂടുതൽ ഷെയർ കൊടുത്തുകൊണ്ട് ഇതിനെ കൊള്ളയടിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് ഈ ഗവൺമെന്റ് പിന്തിരിയണമെന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരത്തിൽ പറയുന്ന മറ്റൊരു മുദ്രാവാക്യം. നമ്മുടെ രാജ്യത്തെ നമ്മൾ നവരത്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന വൻകിട മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. എം അസിനാർ അധ്യക്ഷനായി. പി.എ. നായർ, അമ്പൂനി, പി. ഭാർഗവി, പി. കുഞ്ഞമ്പു, സി.വി. വിജയരാജ്, മുകേഷ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡല സെക്രട്ടറി പി. വിജയകുമാർ സ്വാഗതം പറഞ്ഞു. സി. രാഘവൻ, കെ. ബാലകൃഷ്ണൻ, കെ. മോഹൻകുമാർ, പി. നാരായണൻ, എം. ഗംഗാധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലബാർ ക്യാൻസർ കെയർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന കുന്നുംകൈ ചെമ്പൻകുന്നിലെ ശാശ്വതിക്ക് നാട്ടുകാർ കൈത്താങ്ങാകുന്നു. ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. എളേരിത്തട്ട് കോളേജ് വിദ്യാർത്ഥിനിയാണ് ശാശ്വതി. എളേരിത്തട്ട് ഇ.കെ. നായനാർ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് 19-കാരിയായ ശാശ്വതി. മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന ശാശ്വതിയുടെ ചികിത്സാനിധിയിലേക്ക് തുക സ്വരൂപിക്കുന്നതിനാണ് സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീത രാജൻ അധ്യക്ഷയായി. ടി.കെ. ചന്ദ്രമ, ടി.കെ. സുകുമാരൻ, ജയശ്രീ കൃഷ്ണൻ, എ.കെ. രാജു, പി.ആർ. ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. ചെയർമാനായി പ്രസീത രാജനെയും വർക്കിംഗ് ചെയർമാനായി ജി. മുരളീധരനെയും കൺവീനറായി ഇ.ടി. ജോസിനെയും തെരഞ്ഞെടുത്തു. ചെറുവത്തൂർ ഉപജില്ലാ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് അസോസിയേഷൻ വാർത്താ വായനാ മത്സരം പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. എം. വി. കുഞ്ഞികൃഷ്ണൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചെറുവത്തൂർ ഉപജില്ലാ വാർത്താ വായന മത്സരവും എം. വി. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവും നടന്നത്. അനുസ്മരണ യോഗം ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി. എം. സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് ഭൂമിശാസ്ത്രമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഭാഗം. ഭൂപ്രക്ഷേപത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ഞാൻ ഓഫീസ് റൂമിൽ ഇരുന്ന് ക്ലാസ് മുറികളിൽ അദ്ദേഹം എടുക്കുന്ന ക്ലാസ്സുകൾ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ലൊരു അധ്യാപകനാണ് രാജശേഖരൻ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ അധ്യാപകരോട് അദ്ദേഹത്തിന്റെ സേവനം ഒരു പ്രധാന അധ്യാപകൻ എന്ന നിലയിൽ അല്ല ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരു അധ്യാപകൻ, സാമൂഹ്യ ശാസ്ത്ര അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് വിനീതമായി. സ്കൂൾ പ്രധാനാധ്യാപകൻ കെ. പി. രാജശേഖരൻ അധ്യക്ഷനായിരുന്നു. ശശിധരൻ അടിയോടി അനുസ്മരണ പ്രഭാഷണം നടത്തി. സാമൂഹ്യശാസ്ത്ര എക്സലൻസി അവാർഡ് ദാനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. പി. സി. ചന്ദ്രമോഹനൻ, ടി. മോഹനൻ, എം. എ. അബ്ദുൽ ബഷീർ, കെ. ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാർത്താ വായനാ മത്സരവും നടന്നു. മത്സരം നല്ല നിലവാരം പുലർത്തിയെന്നായിരുന്നു പൊതുവെയുള്ള അഭിപ്രായം. ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ. നന്ദന 1-ാം സ്ഥാനവും പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ BS ഉണ്ണിമായ 2-ാം സ്ഥാനവും നേടി. സ്കൂൾ പ്രധാനാധ്യാപകൻ കെ. പി. രാജശേഖരൻ സമ്മാനദാനം നിർവഹിച്ചു. ചെറുവത്തൂർ ചക്രപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുനർനിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നു. ഷഡാധാര പ്രതിഷ്ഠയും ശ്രീകോവിലുകളുടെ കട്ടിളവെക്കലും സെപ്റ്റംബർ മാസത്തിൽ നടത്തും. ഇതിനു മുന്നോടിയായി വനിതാ സമ്മേളനവും വനിതാ കൂട്ടായ്മ രൂപീകരണവും നടത്തി. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള കൃഷ്ണഗാഥ, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം പാരായണങ്ങൾക്കു ശേഷമാണ് വനിതാ സമ്മേളനം നടന്നത്. എം. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ മതമേതായാലും മതത്തിന്റെ ആചാരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം മാനവികതയുടെ, മനുഷ്യ നന്മയെ മുൻനിർത്തിയുള്ളതാണെങ്കിൽ ആ നല്ല കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. ഏത് മതവുമായി ബന്ധപ്പെട്ട് മതവിശ്വാസത്തിന്റെ പേരിൽ മത തീവ്രവാദ പ്രസ്ഥാനമോ അല്ലെങ്കിൽ മത തീവ്രവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശക്തികളോ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റായ രീതിയിൽ നയിക്കുകയും ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാം. അപ്പൊ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വിശ്വാസമില്ലാത്തവരെയും കൂടി അണിനിരത്തി പോവുക എന്നുള്ളതാണ് ഞങ്ങളെ പോലെയുള്ളവരുടെ ഒരു ചുമതല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി അധ്യക്ഷനായിരുന്നു. പയ്യന്നൂർ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ V. ലിസി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ക്ഷേത്ര പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PC സുബൈദ, PV പത്മജ, ചെറുവത്തൂർ പഞ്ചായത്ത് അംഗം മാധവി കൃഷ്ണൻ, CDS ചെയർപേഴ്സൺ പത്മിനി വടക്കേരത്ത് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി ഡോക്ടർ ശ്രീജ കോറോത്ത് സ്വാഗതവും M. മനേഷ് നന്ദിയും പറഞ്ഞു.
ദേവനർത്തകന് പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആദരം. 108 വയസ്സുകാരനായ പിലിക്കോട് കണ്ണങ്കയിലെ മീത്തലേപ്പുരയിൽ കുഞ്ഞമ്പുവിനെയാണ് ആദരിച്ചത്. ലോക ഫോക്ലോർ ദിനത്തിൽ പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരം പരിപാടി സംഘടിപ്പിച്ചത്. 108 വയസ്സ് പിന്നിട്ട കറുത്തമ്പു വെളിച്ചപ്പാടനെ ആദരിച്ചു. ചിട്ടയായി ജീവിതചര്യയാലും ആചാരാനുഷ്ഠാന ചടങ്ങുകളാലും ഒരു ഗ്രാമത്തെ അനുഗ്രഹിച്ച ദേവനർത്തകനാണ് പിലിക്കോട് കണ്ണങ്കയിലെ മീത്തലേപ്പുരയിൽ കറുത്തമ്പു. 60 വർഷത്തിലേറെ കാലം കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിഷ്ണുമൂർത്തിയുടെ നർത്തകനായി ഉപാസിച്ചു. പൂരക്കളി മറത്തുകളി പണ്ഡിതൻ പി മാധവൻ പണിക്കർ ദേവനർത്തകനെ പൊന്നാടി അണിയിച്ചു ഉപഹാരം സമ്മാനിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർവികന്മാർ ചെയ്തിട്ടുള്ളതായ കർമ്മഫലം തന്നെയാണ് അദ്ദേഹത്തിന് അനുഭവിക്കാൻ ഇടവന്നത്. വളരെ സന്തോഷമായിട്ട് തന്നെ അദ്ദേഹം അനുഭവിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എം വി ബാബു, പി നാരായണൻ അടിയോടി, സി കൃഷ്ണൻ നായർ, ടി വി കൃഷ്ണൻ, ടി വി വിനോദ്, എം കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കീഴൂർ അഴിമുഖത്ത് ബോട്ടുകൾ കല്ലിലിടിച്ചു മറിഞ്ഞു. 20 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. ജില്ലയിൽ മണൽവേട്ട വ്യാപകം. മഞ്ചേശ്വരം ഹൊസബെട്ടുവിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ച 20 ലോഡ് മണൽ പിടിച്ചു. ജില്ലയിൽ നിന്ന് കാണാതായ 17 പേർ തീവ്രവാദ സംഘടനയിൽ ചേർന്നുവെന്ന വാർത്ത അന്വേഷണം NIA ഏറ്റെടുത്തു. കേന്ദ്ര സർക്കാർ ഭരണം ജനദ്രോഹമെന്ന് ആക്ഷേപം. CPI സമരരംഗത്ത്. നീലേശ്വരത്ത് സായാഹ്ന ധർണ നടത്തി. രക്ഷകരായി 3 കുരുന്നുകൾ. ഹേമന്തിന് ഇത് 2ാം ജന്മം. പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കണമെന്ന ആവശ്യം. ധർണാ സമരവുമായി ഫെറ്റോ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.